മോളകത്തോട്ടൊന്ന് ചെല്ല്. എന്നിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കേ. ചെല്ല്. വിശപ്പില്ല അച്ഛാ. എന്നാലും ചെല്ല്. പൊന്നെ, മോക്ക് കഴിക്കാൻ എടുത്തു കൊടുക്ക്. എനിക്ക് വിശക്കുന്നില്ല അച്ഛാ, അതുകൊണ്ടാ. മോളെ ചെല്ല്, അച്ഛൻ പറഞ്ഞതല്ലേ. മോള് വാ. അല്ല, മോളിരിക്കി. ഇരിക്കടി. മോളെ പെട്ടിരിക്കുക എല്ലാ അർത്ഥത്തിലും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഉറക്കം നഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ദിവസങ്ങളായി കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതല കൈവിട്ടു പോകുമല്ലോ എന്ന് ഓർക്കുമ്പം വല്ലാത്തൊരു പിടച്ചില്ല നെഞ്ചിനകത്തെ. മോളെ, എന്തെങ്കിലും ഒരു വഴി, ഇതൊന്ന് നീട്ടിക്കിട്ടാനോ സാവകാശം കിട്ടാനോ, അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗം മോളെ കൊണ്ട് ചെയ്തു തരാൻ പറ്റുമോ? ഇല്ല അല്ലേ? എനിക്കറിയാം, വല്ലാത്തൊരു ഉരാ കൊടുക്കില്ല എന്നെ എൻ്റെ അനിയപ്പെടുത്തിയതേ. അകന്നിരിക്കുന്നവർ അടുക്കുമ്പോഴേ സൂക്ഷിക്കണമെന്ന് പഴമക്കാരൊക്കെ പറയും. ഞാനതിവിടെ പലവട്ടം സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോ കിട്ടാൻ പോകുന്ന കോടികളുടെ കണക്കിന് മുമ്പിൽ എൻ്റെ അഭിപ്രായങ്ങൾക്കൊന്നും ആരും വില കൽപ്പിച്ചില്ല. ഞാനാരാ? ഇരുത്തം വന്നുപോയ ഗൃഹനാഥന്മാർക്ക് എന്നും എവിടെയും കിട്ടുന്നത് പുച്ഛവും അവജ്ഞയും മാത്രമാണ്. അത് ഞങ്ങളെപ്പോലുള്ളവരുടെ ശാപമാ. ഞാൻ പറഞ്ഞൊന്നും ആരും കേട്ടില്ല. മറ്റുള്ളവർ പറഞ്ഞതൊക്കെ കേൾക്കുകയും ചെയ്തു. ഇപ്പോ ഞാനുണ്ടാക്കി വെച്ചതൊക്കെ നഷ്ടപ്പെടാനും പോവാ. അച്ഛൻ, നമ്മളിപ്പോ ഒരു സാവകാശം വാങ്ങിച്ച തന്നെ ഒരു 3-4 തവണ, അതിൽ കൂടുതലൊന്നും കിട്ടില്ല അച്ഛാ. ഇതിപ്പോ ഈ 15 കോടി എന്നൊക്കെ പറയുമ്പോ അതങ്ങനെ പെട്ടെന്ന് ഒപ്പിച്ചെടുക്കാൻ പറ്റുന്ന തുകയോ അല്ലല്ലോ. രാഘവേട്ട, ഇവളെന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? ആര് പറഞ്ഞു ഇവളെ ഇവിടെ കയറ്റിയിരുത്താൻ? ഞാൻ വിളിച്ചിട്ടാ മോള് വന്നത്. മോളോ? ആരുടെ മോള്? നിങ്ങൾക്ക് നാണമില്ല മനുഷ്യ? ഒരു ബന്ധമില്ലാതെ വല്ലവന്റെയൊക്കെ കൊച്ചിനെയും കൂടി നടക്കുന്ന ഇവളെയൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റാൻ. വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയ്ക്ക് ആരാ എവിടുന്നാ എപ്പോഴാ സഹായിക്കാന്നേ നമുക്ക് പറയാൻ പറ്റില്ല. ഓ, നിങ്ങൾക്ക് ഇവളുടെ സഹായം കിട്ടാഞ്ഞിട്ടല്ലേ? എങ്കി കേട്ടോ, ഈ വീടൊഴിഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാലും കടത്തിണ്ണെ കിടക്കേണ്ടി വന്നാലും ഇവളുടെ ഒരു സഹായവും ഈ സത്യഭാമയ്ക്ക് വേണ്ട. ഇനി അതല്ല, വാങ്ങിച്ചേ അടങ്ങൂ എന്നൊരവസ്ഥ വന്ന ആ നിമിഷം വല്ല വിഷവും വാങ്ങി ഞാനങ്ങ് കഴിച്ചു മരിക്കും. എന്നാൽ ഇവളുടെ മുമ്പിൽ ഞാൻ കൈനീട്ടില്ല. അതുകൊണ്ട് ഞാൻ അടിച്ചിറക്കുന്നതിന് മുമ്പ് ഇവളോട് ഇറങ്ങി പോകാൻ പറ. ഭാമേ, ശ്യാമ പപ്പി വിളിക്കാൻ സ്കൂളിൽ ചെന്നിട്ടില്ല. അതുകൊണ്ട് പപ്പിയും കൊണ്ട് വന്നതാ ശാലിനി. എനിക്ക് ഇവളോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയാൻ പറ്റില്ല. കാരണം ഇവളിപ്പോഴും എന്റെ മോന്റെ ഭാര്യയാ. ഓഹോ ഓഹോ, അപ്പൊ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ? അവകാശം വാങ്ങിക്കാൻ. എല്ലാ അവകാശവും കൂടി ഇപ്പൊ സർക്കാരിലേക്ക് കൊടുക്കാൻ പോവാ. വന്നു കയറുന്ന പെണ്ണുങ്ങളുടെ ഭാഗ്യ ആ ഭർത്താവിന്റെ വീട്ടിലെ ഐശ്വര്യം. പക്ഷേ ഇവിടെ വന്നു കയറിയ രണ്ടും മുടിക്കാനായിട്ട് ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ വന്ന് കയറി പോയല്ലോ.
അവിടുന്ന് ഇന്ന് ബന്ധം കൂടിയോ അന്ന് മുതൽ തുടങ്ങിയത് ഈ വീടിന്റെ നാശം. ഇതിന്റെ അസ്ഥിവാരം അമ്മയും മക്കളും കൂടി അങ്ങ് ഇളക്കി. ഇനി ഇത് കീഴ്മേൽ മറിക്കുന്ന ഒരു ചടങ്ങൂടെ ഉള്ളൂ. ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് അതും കൂടി ഒന്ന് ആക്കി തന്ന് ഞങ്ങള് രണ്ടാളെയും കൂടെ അതിലിട്ടൊന്ന് മൂടാവോ. സത്യമേ, വിളിക്കരുത് നീ എന്നെ അങ്ങനെ. സാറേ, നീ പറയുന്നത് കേട്ടതൊന്നുമല്ലോ. ഉപേന്ദ്രന്റെ കൂടെ ബിസിനസ് ചെയ്തേ കോടികൾ ഉണ്ടാക്കാനുള്ള ബുദ്ധി പറഞ്ഞു തന്നതേ ശാരദ മക്കളാണെന്ന്. അച്ഛാ, ഇത് നമുക്ക് പറ്റിയ അബദ്ധമാ. അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കില്ല ഭാമേ. ഇത് നമ്മളോട് ഉണ്ടാക്കി കേട്ടോ. അതിൽ വന്നു കയറി മരുമക്കൾക്ക് ഒരു പങ്കുമില്ല. ഇവളുടെ ബലത്തിലാണോ രാഘവൻ എന്നോട് തർക്കിക്കുന്നേ? എന്റെ ദേ, എനിക്ക് ഒരാളെയും പേടിയില്ല. ഇപ്പോഴും എന്റെ കാൽച്ചുവട്ടിലെ മണ്ണേ ഒലിച്ചു പോയിട്ടുമില്ല. എന്താ വേണ്ട പ്രത്യേകിച്ച്? അറിയില്ല, മാഡം പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഇറങ്ങടി. ഇത്രയൊക്കെ കേട്ടിട്ടും ഒരു നാണോ മാനോ ഇല്ലാതെ ഇങ്ങനെ അള്ളി പിടിച്ചു നിൽക്കാൻ നിനക്ക് എങ്ങനെ തോന്നടി? എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാനാ പറഞ്ഞത്. അമ്മേ, എന്താണ് അമ്മ ഇത്? ഒരല്പം മര്യാദയിൽ പെരുമാറാൻ പറ്റില്ല അമ്മയ്ക്ക്? ഇവളോടൊക്കെയാണോ ഞാൻ മര്യാദ കാണിക്കേണ്ടത്? ഇവളുടെ പൊന്നനിയത്തി നീ വിളിച്ചോണ്ട് പോയതുകൊണ്ടല്ലേ ഇവളിവിടെ കയറി വരാൻ കാരണം. അവള് പോയി പപ്പയെ വിളിച്ചിരുന്നെങ്കിൽ ഇവൾ ഈ കുടുംബത്തിലേക്ക് പപ്പയാക്കാനെന്ന് പറഞ്ഞ് കയറി വരുമായിരുന്നോ? അപ്പൊ ശ്യാമ ഒന്നില്ല ഇവിടെ? എടാ, അവള് വന്നായിരുന്നെങ്കിൽ അവള് പോയി പപ്പയെ വിളിക്കത്തില്ലേ? അപ്പൊ ശ്യാമ ശ്യാമ വിഷ്ണുവേട്ടന്റെ കൂടെ ഇല്ലേ? ഓ, അത് ശരി. അപ്പോ അവളുടെ പാട്ടിന് പോയല്ലേ? ഇനി ഇവിടെ നിന്ന് പുറമ്പോക്കി കിടക്കേണ്ടി വരുമെന്നോർത്ത് അവളുടെ തന്നിഷ്ടത്തിന് പോയതായിരിക്കും. അമ്മ ഒന്നും മിണ്ടായിരുന്നേ. രോഹിത്തിനെ കാണാൻ പോയിട്ട് വരുന്ന വഴിക്ക് ശ്യാമ വഴിയിൽ വെച്ച് ഇറങ്ങി. എന്നിട്ട് ഇങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞു. അതനുസരിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടുത്തെ അല്ല ശാലിനി, അവള് വീട്ടിൽ വന്നില്ലെന്ന് ഉറപ്പാണോ? അവള് വീട്ടിൽ വന്നിരുന്നെങ്കിൽ പപ്പയും കൊണ്ട് ഞാൻ വരില്ലല്ലോ. ശ്യാം ഇത് എവിടെ പോയി? വിഷ്ണുട്ടാ, രോഹിത്തിനെ കാണാൻ പോയിട്ട് എന്താ സംഭവിച്ചത്? അതവൻ വരില്ല എന്ന് പറഞ്ഞ അവളെ സങ്കടപ്പെടുത്തിയിരുന്നു. പിന്നെ ആ ചന്ദ്രബോസ് എന്തൊക്കെയോ പറഞ്ഞു. ഈശ്വര, അവള് വിഷ്ണുട്ടാ, ഞാൻ അവളെന്ന് തിരക്കട്ടെ. ആ, ഞാനും വരാം. ഞാനതേലും അവള് ഇറങ്ങിയോട് തന്നെ ആദ്യം നോക്കാം. അച്ഛാ, വിഷ്ണു, പോയവളൊക്കെ പോട്ടടാ. അവളെ നമ്മൾ ഇറക്കി വിട്ടതൊന്നും അല്ലല്ലോ. എന്റെ അമ്മ, ഈ സമയത്ത് അല്പം മനസാക്ഷി കാണിക്കേ. എടാ, കഷ്ടം. ഡാ, വിഷ്ണു, വിഷ്ണു. രാമേട്ടാ, വണ്ടി എടുക്ക. ഒരുമ്പിട്ട് ഇറങ്ങി പോകാൻ ഒരു കൂട്ടര്, അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേറൊരു കൂട്ടര്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്നാ? എല്ലാം അവസാനിക്കാൻ പോലും ഭാമേ. ഇനി നീയായിട്ടൊന്നും ചെയ്യണ്ട. ഓ,
രാമേട്ടാ റോഡ് സൈഡിലുണ്ടോന്നൊന്ന് നോക്കണേ. നോക്കുന്നുണ്ട് മോളെ. ആ ഹലോ. ഹലോ അമ്മേ. ആ മോളെ ശ്യാമ. അമ്മേ ശ്യാമ. ഇല്ലമ്മേ ഒരറിവും ഇല്ല. അയ്യോ, നോക്കാവുന്നിടത്തൊക്കെ നോക്കി, ഇപ്പോഴും അന്വേഷിച്ചോണ്ടിരിക്കുക. പിന്നെ എന്റെ കുഞ്ഞത് എവിടെ പോയി? എല്ലായിടത്തും തിരയുന്നുണ്ടമ്മേ. അവൾ വരും, അമ്മ ടെൻഷൻ അടിക്കണ്ട. മോളെ, അമ്മ ഒന്ന് ചിന്തിച്ചു കൂട്ടുകയും വേണ്ട. എന്തെങ്കിലും വിവരം കിട്ടിയ ഉടനെ അറിയിക്കണേ കുഞ്ഞെ. ഇവിടെ ഇരുന്നിട്ട് ഇരിപ്പ് ഉറക്കുന്നില്ല. അമ്മേ ഞാൻ വിളിക്കാം, ഫോൺ വെക്ക്. ദേവി, എന്റെ കുഞ്ഞിനൊരാപത്തും വരുത്തരുത്. ആ കമല. എന്തൊക്കെ ആശാനെ ഞാൻ കേൾക്കുന്നത്? എടാ ഒന്നും പറയണ്ടടാ. എന്റെ ആശാനെ, ആശാന്റെ സ്ഥിരം വീട്ടിലെ പരിപാടി മാറിയിട്ടുണ്ടല്ലോ. ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കണ്ടല്ലോ. ഇതേതെങ്കിലും ജോത്സ്യരെ കാണേണ്ട കാര്യമാണ് കേട്ടോ. എടാ ഇത് തമാശ പറയേണ്ട സമയമല്ല. എടാ നീ കൂടി ഒന്ന് അന്വേഷിക്കേ. പിന്നെ നീ എല്ലാ സ്ഥലവും നോക്ക്. നിന്റെ ആ കമ്പനിക്കാരൊക്കെ ഒന്ന് വിളിച്ചോടാ. എല്ലാരും ഒന്ന് നോക്കട്ടാ. ആ ശരി, ഞാൻ എന്റെ വഴിക്ക് ഒരു അന്വേഷണം നടത്താം. എന്തെങ്കിലും വിവരം കിട്ടിയ ആശാനെ വിളിച്ചോളാം. പിന്നെ ഇത് എപ്പോഴാ ആശാന ഉണ്ടായേ? എടാ ഞാനും ഷ്യാമിയും കൂടി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് അവള് വണ്ടി നിർത്താൻ പറഞ്ഞു, ഞാൻ നിർത്തി. ആ പോയ പോക്ക. ആ പോക്കൊരു കുഴപ്പം പിടിച്ച പോക്കാണല്ലോ ആശാനെ. നിങ്ങൾ പോയ സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ആ ചെറിയൊരു കച്ചറ ഉണ്ടായി. കേൾക്കാൻ പാടാത്ത അവള് കേൾക്കുകയും ചെയ്തു. തിരിച്ചു വരുമ്പോ അവൾ അതിന്റെ ഒരു ഹാങ് ഓവറിലായിരുന്നു. ആശാനെ, എന്റെ ചെറിയ അറിവിൽ ഞാൻ ഒരു കാര്യം പറയാം. നമ്മളെ പോലുള്ള ആണുങ്ങൾ എന്തും സഹിക്കും, എന്തു പറഞ്ഞാലും ഓടാ പുല്ലേന്നും പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്യും. പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെയല്ല. അവരത് മനസ്സിൽ കേട്ടി ചിന്തിച്ചു കൂട്ടും. ആ ചിന്തയാണ് ആശാനെ അവരെ കൊണ്ട് ഇങ്ങനെ പലതും ചെയ്യിപ്പിക്കുന്നേ. എടാ നീ അതും ഇതും പറഞ്ഞ് മനുഷ്യരെ സ്വസ്ഥ എടുത്തല്ലേ. ഇതിപ്പോ നിന്നോട് പറഞ്ഞത് വലിയ കഷ്ടമായില്ലത്. ഞാൻ നോക്കാം ആശാനെ, ആശാനെ നോക്കിയോ. എന്തെങ്കിലും വിവരം കിട്ടാൻ ഞാൻ വിളിച്ചു പറയാം. ആ നോക്ക്. ശരി. ഇതിപ്പോ എവിടെ പോയി അന്വേഷിക്കാനാ? എടോ പിള്ളേ, വിഷ്ണുവിനെ വിളിക്കടോ. എന്തായെന്ന് അറിയണ്ടേ? കണ്ടോ ഇല്ലയോ? ആകപ്പാടെ വല്ലാത്തൊരു അസ്വസ്ഥതയാ. എന്നിട്ടാണെങ്കിൽ എനിക്ക് പുറത്ത് കിട്ടുന്നില്ല. ഇതാ സാറേ ബെല്ലുണ്ട്. ആ ഇതാ. ആ ഹലോ. എടാ മോനെ, അച്ഛനാടാ. എടാ എന്താ എടാ? ക്ഷമ കണ്ടോടാ. അച്ഛാ ഞങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുക. ഞാൻ എന്തെങ്കിലും വിവരം കിട്ടി അങ്ങോട്ട് വിളിച്ചറിയിക്കാം. അപ്പോൾ ഇതിന് വിവരമൊന്നും കിട്ടിയില്ലല്ലേ? അച്ഛാ ഞങ്ങൾ പലരോടും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പല വഴിക്കായിട്ട് തിരക്കുന്നുമുണ്ട്.
അച്ഛ എന്തായാലും ഞങ്ങൾ അവളെ കണ്ടുപിടിച്ചിരിക്കും. അച്ഛൻ സമാധാനമായിട്ട് ഇരിക്കൂ. എടാ നീ എങ്ങനെ സമാധാനമായിട്ടിരിക്കണോ നീ പറയുന്നേ? എടാ കുടുംബത്തിൽ അന്നത്തെയാ കുറെ നേരമായിട്ട് കാണാൻ പോയിരിക്കുന്നേ. ജീവിച്ചിരിപ്പുണ്ടോ അതോ വല്ല കടുതയും കാണിച്ചോ എന്നൊന്നും അറിയത്തില്ലല്ലോ. ഏയ് അങ്ങനൊന്നും വരില്ല അച്ഛാ. എടാ എന്നെങ്ങനെയാടാ മോനെ നിനക്ക് പറയാൻ പറ്റുന്നേ? കാലമല്ലാത്ത കാലമാ. മനസ്സിൽ ദുർബുദ്ധി തോന്നാം. കുറെ അധികം സമയമൊന്നും വേണ്ട. ദേ നീ നിന്ന് സമയം കളയാതെ പോയി വേറെ എന്തെങ്കിലും വിവരം കിട്ടുമോ നോക്കടാ. ആ പിന്നെ മക്കളെ വിവരം എന്തെങ്കിലും കിട്ടി എന്നെ വിളിച്ചു പറയണേ. അതിപ്പം എത്ര രാത്രിയായാലും കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും വിവരം അറിയാതെ കിടന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ. ഉറക്കം വരണ്ടേ? ഓ ഞാൻ വിളിച്ചോളാം അച്ഛാ. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഞാൻ വിളിക്കാം. നട ഇതുപോലെ ഇവിടെ അറിയുന്നുണ്ടോ? ഒന്നുമില്ലല്ലേ. വച്ചും വിളമ്പിയും ഇവിടെ പണിയെടുത്തിടന്നോളെയാ കാണാതായേക്കുന്നത്. മരുമകളായി കണക്കാക്കണ്ട. വീട്ടിലെ ഒരു ജോലിക്കാരായിട്ടെങ്കിലും കണക്കാക്കിയ പോരെ? അങ്ങനെ കണക്കൂടെ? കണ്ടില്ലേ? വെറുതെ അല്ല ദുരന്തങ്ങളെല്ലാം കൂടി ഈ വീട്ടിലോട്ട് ഒന്ന് പതിക്കുന്നേ. ഇതല്ലേ സ്വഭാവം? പൊന്നി പൊന്നി ആ പൊന്നി ഭക്ഷണം എങ്കിൽ എടുത്തു വെക്ക്. കഴിച്ചിട്ട് കിടക്കാം. ഇന്ന് എന്താന്നറിയില്ല, നേരത്തെ വിശക്കുന്നു. പപ്പിമോളെന്തേ? അവളെയും വിളിക്ക്. അവൾക്കും ഭക്ഷണം കൊടുത്തിട്ട് നേരത്തെ കിടത്തി ഓർക്ക്. എടുത്തു കൊടുക്ക്. ആരും എത്താനും വേണ്ടില്ല. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറയുന്ന പോലെ ഭാമയുടെ കാര്യം ഇപ്പൊ ഈ വീട്ടിൽ നടന്നൊന്നും അവൾക്ക് അറിയാനേ പാടില്ല. കഷ്ടം. അല്ല, രാഘവേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഭാമേ, ദേ നീ കാണിക്കുന്നൊക്കെ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാ. ഇവിടുത്തെ ഈ വീട്ടിലെ ഇളയ മരുമകളെയാ കാണാതായിരിക്കുന്നേ. നിനക്കതിലൊന്നും തോന്നില്ലേ? എനിക്ക് എന്തു തോന്നാനാ? അവളെ ഇവിടുത്തെ ആൾക്കാരൊക്കെ അന്വേഷിച്ചു പോയിട്ടുണ്ടല്ലോ. എവിടെയെങ്കിലും പോയി ചാവട്ടെ, എനിക്കെന്ത് ചെയ്തു? അവൻ പോയിട്ട് ഞാൻ സഹിച്ചില്ലേ, അതുപോലെ ഇതും അങ്ങ് സഹിക്കും. ഇങ്ങനൊക്കെ പറയാനും പെരുമാറുവാനേ നിനക്ക് മാത്രമേ കഴിയൂ. കാരണമേ ഞങ്ങൾക്കൊക്കെ ഒരല്പം മനസാക്ഷിയുണ്ട്. ഓ, മനസാക്ഷി. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാൾക്കാ ഒരാപത്ത് വന്നെന്നുള്ള ബോധം ഞങ്ങൾക്കുണ്ടേ. നിനക്കില്ലാത്തത് തന്നെ. ദേ, കാണാതായ അവൾക്ക് പിന്നാലെ നിങ്ങൾക്കും പോണോ? പോണെങ്കിൽ ഇപ്പൊ പോയിക്കോണം. അല്ലാതെ ഇവിടെ ഇരുന്ന് ഒരുമാതിരി വർത്താനം പറഞ്ഞാണ്ടല്ലോ. ഞാൻ എന്താ പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല. കഷ്ടം. അച്ഛച്ചാ, അമ്മ എവിടെ പോയി അച്ഛച്ചാ? ഇതുവരെയായിട്ട് ഇവിടെ കണ്ടില്ലല്ലോ. എന്താ അമ്മ വരാത്തെ? അമ്മ വരും മോളെ. അമ്മയ്ക്ക് യാതൊരു അപകടം ഉണ്ടാവൂല. നമ്മുടെ എല്ലാം പ്രാർത്ഥന അമ്മയ്ക്കൊപ്പം ഉണ്ടല്ലോ. എന്റെ ഭഗവാനെ, ദുർബുദ്ധി ഒന്നും തോന്നിപ്പിക്കല്ലേ. ഒരു പോറൽ പോലും വരാതെ ഇവിടെ എത്തിച്ചേക്കണേ. എത്തിക്കും അങ്ങ് പരലോകത്തേക്ക്. അവൾക്കൊക്കെ ഇതിന്റെ അപ്പുറം വരണം.
എല്ലാവരോടും മാപ്പ്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കുഞ്ഞേച്ചി, എന്നെ കഷ്ടപ്പെട്ട് ഇത്രത്തോളം ആക്കിയ എൻ്റെ അമ്മ, എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ശ്യാമ എന്ന പൊട്ടിപ്പെണ്ണ് എന്നേക്കുമായി ഒരു പൊട്ടത്തരം കാണിക്കാൻ പോകുന്നു. കുറ്റപ്പെടുത്തുമായിരിക്കും, പരിഭവം പറയുമായിരിക്കും. എന്നാലും ഞാൻ ഈ ചെയ്യുന്നതിന് എൻ്റെതായൊരു ന്യായം എനിക്കുണ്ട്. അതിൽ ഞാൻ തെറ്റുകാരിയല്ലെന്ന് എനിക്ക് ഉറപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ജീവിതം എന്നേക്കുമായി ഞാൻ ഈ ക്ഷേത്രകുളത്തിൽ അർപ്പിക്കുന്നു.